എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കാട്ടാന ശല്യത്തിന് അറുതിയില്ല. കോതമംഗലത്തിന് സമീപം മുട്ടത്തപ്പാറ മേഖലയിൽ ഒരാഴ്ചക്കിടെ മൂന്നാം തവണയാണ് കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിക്കുന്നത്. വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ച് പാണിയേലി ഇക്കോ ടൂറിസം കേന്ദ്രം നാട്ടുകാർ ഉപരോധിച്ചു. കോതമംഗലത്തെ വടാട്ടുപാറ, കോട്ടപ്പടി, വാവേലി, വടക്കം ഭാഗം, മുപ്പതടം, പെരുമ്പാവൂരിലെ വീങ്ങൂർ, കുറുബാനപ്പാറ, പാണിയേലി, വിട്ടിമോളം, പാണങ്കുഴി. കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി ഈ പ്രദേശങ്ങളിലുള്ളവർ സ്വസ്ഥമായി ഒന്നുറങ്ങിയിട്ട്. പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധമാണ് കാട്ടാനശല്യം. 5 കൊല്ലം മുമ്പ് വരെ ഇതൊരൊറ്റപ്പെട്ട സംഭവമായിരുന്നു. ഇപ്പോൾ നിത്യേന എന്നോണമാണ്. ഇന്നലെ 30 പ്രിൻസിന്റെ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാനക്കൂട്ടം വീടൊഴിച്ച് ബാക്കിയെല്ലാം തകർത്തു. കാടിറങ്ങാൻ സ്ഥാപിച്ച സോളാർ വേലിയടക്കം. പ്രദേശത്ത് സ്ഥിരമായിട്ട് രാവും പകലും കാട്ടാനശല്യം രൂക്ഷമാണ്. ഇതിനെ പറ്റിയിട്ട് ഒന്ന് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ആ സ്ഥലം സന്ദർശിക്കാനോ പ്രാദേശിക നേതാക്കൾ പോലും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല, അതിന് മുതിരുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. പെരുമ്പാവൂർ മേഖലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. കാട്ടാനാക്രമണത്തിൽ കാലൊടിഞ്ഞ ശിവൻ ഇപ്പോഴും ആശുപത്രി വിട്ടിട്ടില്ല. പെരിയാർ കടന്നെത്തുന്ന വന്യമൃഗങ്ങളെ തിരികെ കാട് കയറ്റാൻ വനപാലകർക്കാകുന്നില്ല. ഉദ്യോഗസ്ഥരുടെ സമീപനത്തിൽ പ്രതിഷേധിച്ച് പാണിയേലി ഇക്കോ ടൂറിസം സെന്റർ പ്രദേശവാസികൾ ഉപരോധിച്ചു. വിനോദസഞ്ചാരികളെ തടഞ്ഞതോടെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റമായി. ഇന്ന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി സന്ദർശനം നടത്തുന്ന സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത തെളിയുമെന്നാണ് മലയോര മേഖലയിലുള്ളവരുടെ പ്രതീക്ഷ. അല്ലാത്തപക്ഷം പ്രതിഷേധം ശക്തമാക്കാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.